ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ വ്ളോഗ് ഈ യൂട്യൂബ് ചാനൽ 1K ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ കുന്നുണ്ട്, ചെറുതൊന്നുമല്ല കുറച്ച് വലിയ കുന്നാണ്. അതിന് മേലെ കൊച്ചൊരു അമ്പലമുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് വിളക്ക് കൊളുത്താന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ. പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് പലർക്കും വെട്ടം വന്ന പഴയൊരു സിനിമ കണ്ടിട്ടുണ്ട്, ദിലീപ് ഭട്ടിൻ്റെ അടിപൊളി സൂപ്പർ ഹിറ്റ് പടം. ആ പടം എടുത്ത് റെയിൽവേ സ്റ്റേഷനിലെ ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ അമ്പലം കാണും. കണ്ടോ, അങ്ങ് കാണുന്ന ആ കുന്നിന്റെ മുകളിലുള്ള ആ കൊച്ചമ്പലമാണ്. പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോൾ ചെറിയൊരു കുന്ന് പോലെ തോന്നുമെങ്കിലും സംഭവം കുറച്ച് വലിയ കുന്നാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ നിന്നിട്ടൊക്കെയാണ് വെട്ടത്തിന്റെ കുറെ സിനിമകളുടെ ഷൂട്ട് നടന്നിട്ടുണ്ട് കേസ്. ഇവിടെ നിന്നിട്ട് ഈ അടുത്തൊരു മഹേഷ് ബാബുവിന്റെ പടത്തിന്റെ ഷൂട്ട് നടന്നിട്ടുണ്ട്. മഹേഷ് ബാബുവിന് മലയാളി കേസ്, ഒരാൾ പണങ്ങി കേസ്. പിണക്കമാണോ എന്നോട് ഇണക്കമാണോ? നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വെച്ചിട്ടാണ് ദിലീപ് ഭട്ടന്റെ വെട്ടം എന്ന സിനിമയുടെ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്, പുരോഗമനം. പക്ഷെ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഭംഗി. ഞാനൊക്കെ ചെറുപ്പത്തിലൂടെ ഭയങ്കര രസമായിരുന്നു. ഈ ആൽമരം എന്തോ ഭാഗ്യത്തിന് വെട്ടിമാറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പുരോഗമനവാസികൾ ആദ്യം വെട്ടണത് നമ്മുടെ മരമായിരിക്കും. മരം വെട്ടി ഇവിടുത്തെ ആൾക്കാർ കൈവെട്ടും പറഞ്ഞിട്ടുണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പഴയ പോലെ ട്രെയിനൊന്നുമില്ല. ഒരു ബോഗി ഇല്ലാത്തല്ല, എഞ്ചിൻ ഇല്ലാത്ത ട്രെയിൻ ഉണ്ട്. ഇത് വന്നിട്ട് മാംഗ്ലൂരു സിറ്റിയിൽ നിന്ന് നാഗർകോവിൽ വരെ പോണ ഒരു ട്രെയിനിന്റെ ബോഗിയാണ്. അപ്പൊ നമ്മള് ആ കുന്നിന്റെ താഴെ വന്നിരിക്കുന്നത്, ഇതിന്റെ ടോപ്പിലാണ് മല അല്ല അയ്യപ്പന്റെ അമ്പലം. പോവാം. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഈ മല ഈ കുന്ന് അവിടെ കയറി അവിടെ എത്തുമ്പോഴേക്കും ഒരു വിധത്തിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇപ്പൊ നമ്മൾ ഏകദേശം ഇത്ര കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും ക്ഷീണിച്ചു. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് അമ്പലം. ഇനി അവിടെ എത്തണം. ഇപ്പൊ തന്നെ അത്യാവശ്യം കയറി. ഇവിടുന്ന് കാണുമ്പോൾ നല്ല ദൂരമുണ്ട്. എൻ്റെ അമ്മ
ഇപ്പം ഏകദേശം പകുതി നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം കൂടി പോകണം നമ്മുടെ അമ്പലമെത്താൻ. ഗെയ്സ്, നമ്മൾ താഴത്തുനിന്ന് കണ്ടപ്പോ ഇത്ര ദൂരം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. കേറും ദൂരം കൂടിക്കൊണ്ടിരിക്കണ്. ഞങ്ങള് ചെറുപ്പത്തില് വന്നാണ് ഇവിടേക്ക്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഓക്കെ മച്ചന്മാരെ, നമ്മളിപ്പോ അമ്പലത്തിന്റെ അടുത്തെത്താറായി. അടുത്ത് പറഞ്ഞാൽ നമ്മൾ 3/4 ഭാഗം കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിലെ ഏതാനും സ്റ്റെപ്പുകൾ കൂടി ബാക്കി എത്തിയിരിക്കുന്നു. അമ്പലത്തിന്റെ അടുത്തെത്തി. അവിടെ നിന്നുള്ള കാഴ്ചയാണിത്. പൊളിയല്ലേ? ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇതാണ് ഈ ഇടയിൽ കാണുന്നുണ്ട്. ആ പനൻ്റെ നടുക്ക് കൂടെ ഒരു റെയിൽവേ പാലം പോകുന്നു. അത് നമ്മുടെ പൊള്ളാച്ചി പാലക്കാട് ലൈനാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുകളിലെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നീണ്ട പരിശ്രമത്തിനുള്ളിൽ നമുക്ക് കയറ്റം കയറി ഇവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. ഇവിടെ നമുക്ക് വിളക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫുൾ പച്ച എല്ലാവരുടെയും ഗ്രീൻ. ഇതാണ് നമ്മുടെ പാലക്കാടിന്റെ ഒരു പ്രത്യേകത. ആ കാണുന്നതാണ് പോത്തുണ്ടി ഡാം. ഇവിടുന്ന് കണ്ട്, പക്ഷേ സോറി ചുള്ളിയാർ ഡാം, പോത്തുണ്ടി അല്ല കേട്ടാ, ചുള്ളിയാർ ഡാമാണ്. ആ മരനിരകള് നെല്ലിയാമ്പതി. നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇടതൂർന്ന ഗ്രീന്.
ഈ അമ്പലത്തിന് മുകളിലും സാനിറ്റൈസർ ഉണ്ട്. അപ്പൊ എല്ലാവരും സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യും. ഗേസ് ഇവിടെ വന്നിട്ട് കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ സാനിറ്റൈസർ. സ്ഥലം എങ്ങനെയുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഈ അമ്പലത്തിൽ ഒരു ചെറിയ പ്രത്യേകത കൂടി ഉണ്ട്. പണ്ട് ഹനുമാൻ ഒരു മലയൊക്കെ പിടിച്ചിട്ട് ചാടി ചാടി പോയിട്ടില്ലേ? ആ പോയപ്പോ ഹനുമാന്റെ ഒരു കാല് ഇവിടെ തട്ടിന്നൊക്കെയാണ് ഐതിഹ്യം. ഇതാണ് അപ്പൊ നമ്മള് താഴെ ഇറങ്ങണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇനി ബീവറേജ് തുറക്കണ വരെ ചെറിയ ചെറിയ ഷാപ്പ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നാളെ മുതൽ ഷാപ്പ് വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗ് എന്ന് പറയാൻ പറ്റിയ വ്ളോഗ്, അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ. നമ്മൾ ചെറിയൊരു ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ കൂടി ഷിബിൻ ദാസ്.